ടാറ്റ മോട്ടോഴ്സ് അവരുടെ അടുത്ത വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ടാറ്റ കർവ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കർവിൻ്റെ വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻവോൾവിനെ കുറിച്ച് സംസാരിക്കാം. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്താറുള്ള ഇൻവോൾവ് 1ൻ്റെ ഒരു ജെൽ ടൈപ്പ് വാഷാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. നമ്മുടെ കാറിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഫ്രാഗ്രൻറ്റുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇതൊരു എയർ ഫ്രാഗ്രൻസ് ആണ്. ഇത് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, കപ്പ് ഹോൾഡറിനകത്ത് വെക്കാം. ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 300 രൂപയോളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വാങ്ങിച്ച് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കും അത് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടാറ്റ കർവ്. കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC എഞ്ചിൻ പെട്രോളിനകത്തും ഡീസലിനകത്തും അവൈലബിൾ ആണ്. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അത് നമുക്ക് ലുക്ക് വൈസ് പരിശോധിക്കാം. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ലാമ്പ്, കണക്റ്റഡ് ലാമ്പ് നമ്മൾ നേരത്തെ പല വാഹനങ്ങളിൽ കണ്ടാണ്. നെക്സാനകത്ത് കണ്ടു, ഹാരിയറിനകത്ത് കണ്ടു. അത് അതേപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ ആ ലൈനൊക്കെ വന്നിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ലോക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ടാറ്റയുടെ ലോഗോ, അതുപോലെ ഈ ഒരു ഗ്രിൽ പാറ്റേൺ നോക്കിയാൽ നല്ല രസമുണ്ട്. ശരിക്കും ഇതൊരു IC എഞ്ചിനാണ്. പക്ഷേ ഇത് കഴിഞ്ഞാലും കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്ത പോലെ എനിക്ക് തോന്നി. ഇവിടെ ഒരു ഡിസൈൻ ഭാഗം വേണം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് കളറാണ്. ഇത് ടോപ്പ് ആൻഡ് സ്പെക്കിനകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണാം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അഡാസ് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. ലെവൽ 2 അഡാസ് ആണ്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടൊരു കാര്യം കാണാം. ഇത് ക്ലോസറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക്, എയർ ഡാമിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കർട്ടൻസ് കാണാം. എയർ കർട്ടൻ, ഹെഡ് ലാമ്പൊക്കെ അടിപൊളിയില്ലേ. DRL മുകളിലും കാണാം. ഇതിനാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് സിസ്റ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നൈസ്. ഫ്രണ്ട് വൈസ് എനിക്ക് കുറച്ചും കൂടി എവിടേക്ക് ഒരു ഹാരിയർ ടച്ച് ഫീൽ ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞാലും ഒരു യുണീക്നെസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രണ്ടിൽ എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനുകൾ കൂടി പരിശോധിക്കാം. നോക്കിയാൽ ഇവിടെ കണ്ടോ ഒരു പ്രത്യേക സ്റ്റൈൽ പാറ്റേണിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി കയറി നിൽക്കുന്ന പോലെ ആ ഒരു ഫെൻഡർ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതുപോലെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നു. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നോക്കിയാടാ അടിപൊളി. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി SUV ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഒരു കൂപ്പേ ഡിസൈൻ പാറ്റേണും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 17 ഇഞ്ച് വീലുകളാണ് കൊടുത്തുള്ളത്. അതിൻ്റെ ആ ഒരു ഇതളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കർവ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഈ ക്ലാഡിങ്ങുകളൊക്കെ പിയാനോ ബ്ലാക്ക് എലമെന്റിനകത്താണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്, അതായത് അകത്തേക്ക് പോകുന്ന തരത്തിൽ. സൈഡ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാമറ യൂണിറ്റും കാണാൻ കഴിയും എന്നുള്ളതാണ്. ഡോർ ഹാൻഡിൽസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്കൊരു ക്രോം ടച്ച് കാണാം. ആ ക്രോം ടച്ച് മുകളിലേക്കില്ല. ഇവിടെ ശരിക്കും ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉള്ള ഒരു പിയാനോ ബ്ലാക്ക് അല്ല, പിയാനോ ബ്ലാക്ക് താഴെ മാത്രമാണ് കൊടുത്തേക്കുന്നത്. ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗത്തേക്കും അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്യൂൾ ടാങ്കിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്ലാഡിങ്ങിൻ്റെ ഭാഗം ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി തിക്നെസ് ആയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീല് നല്ല രസമുണ്ടല്ലേ. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു SUV കൂപ്പേ സ്റ്റൈൽ ഞാൻ പറഞ്ഞ ഒരു സാധനം കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തോന്നാം. ടൈലാമ്പ് യൂണിറ്റ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടൈലാമ്പ് യൂണിറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടാണ് ഈ ഒരു സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഏരിയ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷനും റിവേഴ്സ് ലാമ്പും ഇവിടെ കാണാം. ഈ ഒരു പാറ്റേണും ശരിക്കും നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. കുറച്ചുകൂടി ബൾജായിട്ട് നിൽക്കുന്ന ബമ്പർ, അത് പിയാനോ ബ്ലാക്കിൽ കൊടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എക്സോസ്റ്റ് പൈപ്പ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സിംഗിൾ എക്സോസ്റ്റ് ആണ്, ഇതുപോലെയല്ല. നോക്കിയാൽ അടിപൊളി. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. കർവ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ടാറ്റയുടെ ലോഗോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. ഇവിടെ അങ്ങനെ ശരി സ്പേസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഇല്ല, കൂപ്പയ്ക്ക് വൈപ്പർ ആവശ്യമില്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡീഫോക്കർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഈ സ്പോയിലർ നമ്മൾ നേരത്തെ ചില വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഏതാണ് ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് മൊത്തത്തിൽ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എക്സ്റ്റീരിയർ കണ്ടിട്ട്? ഇനി നമുക്ക് നോക്കാനുള്ളത് ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസിൻ്റെ ഓപ്പറേഷൻ ബട്ടൺ ഇവിടെ കൊടുത്തുള്ളത്. താഴ്ഭാഗത്ത് ഇവിടെയാണ്, ഈ ഭാഗത്ത് ചെറിയ ബട്ടണാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിക്കായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കാലുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. 500 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. താഴ്ഭാഗത്ത് ഒരു ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു മാറ്റാണ്. മാറ്റ് കൂടാതെ ഒരു ട്രേ ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഇനി സ്പെയർ വീൽ ഉണ്ടോ എന്നുള്ളത് യെസ്, അതിൻ്റെ പൊക്കാനുള്ള സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാം 100% ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 900 സംതിങ് ബൂട്ട് കപ്പാസിറ്റി നമുക്ക് കിട്ടുമെന്നും ടാറ്റ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയാം. 1 ടച്ച് ഓപ്പറേറ്റിംഗ് ആൻഡ് 1 ടച്ച് ക്ലോസിങ്, അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാലുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കിക്കല്ല, സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പം ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. ഇവിടെ ഒരു ഇല്ലുമിനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റേ കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഇപ്പം മറ്റേ കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണെന്നുള്ളതാണ്.
ഇൻറ്റീരിയർ അടിപൊളി കളർ ടോൺ ആണെന്നുള്ളത് ഞാൻ എടുത്ത് പറയാം. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലിൽ വന്ന കളറൊക്കെ അതൊക്കെ ഞാൻ വരാം. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലെതർ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ ഒരു JBLൻ്റെ മ്യൂസിക് സിസ്റ്റവും നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ആ JBL മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിററിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അഡാസ് ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. 2 സീറ്റും വെൻറ്റിലേറ്റഡ് ആണ്. ഇവിടെ നമുക്കൊരു സിൽവർ കളറും കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ സീറ്റും നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ കുഷ്യനൊക്കെ നോക്കിയാൽ അടിപൊളി, നല്ല അല്ലേ, കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ്. വെൻറ്റിലേഷൻ്റെ ഒരു കൺട്രോളും ഇവിടെ നമുക്ക് കാണാം. 3 ലെവൽ വെൻറ്റിലേഷനാണ്. 1 2 3 യെസ്, അടിപൊളി. സീറ്റിൽ കൊടുത്തേക്കുന്ന ഈ ബർഗണ്ടി കളർ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം, അത് ലെതറാണ്. പിന്നെ അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഒരു 3D എലമെൻറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ നേരത്തെ EVയിലൊക്കെ കണ്ടതേപോലെ തന്നെയാണ് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. അത് നമ്മൾ പല ടാറ്റ വാഹനങ്ങളിലും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇവിടെ കാണാം. ഈ ഒരു ഭാഗമൊക്കെ ലെതർ റാപ്പഡാണ്, അത് ബോഡി കളറാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് എലമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതാ ഇവിടെ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാണാൻ കഴിയും. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അതിനകത്ത് ആ JBL മോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ടോ, അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. നൈസ്. ഇതൊക്കെ JBL മോഡിൻ്റെ കേട്ടോ. AC വെൻറ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെതർ, അതുപോലെ നേരത്തെ കണ്ട ആ ഒരു മെറ്റീരിയൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് തടിച്ച് വരുന്നത് നല്ല രസമുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മെറ്റീരിയലൊക്കെ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾസ്. അതൊരു പിയാനോ ബ്ലാക്കിനകത്താണ്. ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ബട്ടൺ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ആ ഒരു താഴെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ടുണ്ട്, C-ടൈപ്പ് ചാർജിങ് പോർട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഇതൊക്കെ ലെതറാണ്. അത് ബർഗണ്ടി കളർ കൊടുക്കായിരുന്നു അല്ലേ, രസമായിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡുകൾ, അതുപോലെ പാർക്കിംഗ്, ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള ബട്ടൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആണ് കീ വരുന്നത്. പുതിയ കീ ആണല്ലോ, നേരത്തെ ഉള്ളതിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനുവൽ കീ ആരും എടുത്തുകൊണ്ട് പോയി തോന്നുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലെ ഷെയ്ഡിനകത്ത് മിററൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ പാസഞ്ചർ സൈഡിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ഒരു വലിയ സൺ റൂഫും ഈ വാഹനത്തിനകത്തുണ്ട്. ഒരു പാനറമിക് സൺ റൂഫ്. ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നൈസ് അല്ലേ സംഭവം, കൊള്ളാം. ഇത് നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയിട്ടത് ശരിക്കും ഓപ്പൺ ആക്കാം. നേരത്തെ ഓപ്പൺ ആക്കി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. ആ ലെതർ പാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ഇത് എനിക്ക് ഭയങ്കര ബ്രില്യൻസ് ആയിട്ട് തോന്നിയിട്ട്, കാരണം സ്ക്രാച്ച് വീഴാൻ സാധ്യതയുള്ളിടത്തൊക്കെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തത്. ആ സാധാ പ്ലാസ്റ്റിക് പോലെ എല്ലാ കാണുന്നത് എന്നുള്ളതാണ്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. പവർ വിൻഡോ കൺട്രോൾസ്, സീറ്റ് ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷ്യനോട് കൂടിയിട്ടുള്ള റിയർ സീറ്റുകളാണ് അതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് റിയർ AC വെൻസ് കാണാം. അതിനകത്ത് ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസും സ്ക്രാച്ച് പ്രൂഫാണ്. ശരിക്കും ഒരു മറ്റേ സൗണ്ട് മാത്രം ചെയ്ത് നല്ല രസമുണ്ടോ. ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. ഇത് റിക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഉണ്ടോ, അങ്ങനെ റിക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഇവിടെ പോയി എന്നുള്ളതൊരു സംശയം. ഈ പില്ലോ ഇതിൻ്റെ കൂടെ കിട്ടില്ല. കൊള്ളാം അല്ലേ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കയറി ഇരുന്ന് നോക്കാം. യെസ്, കാലൊക്കെ നമുക്ക് അതിനകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 4 വിരലിൻ്റെ ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ട്. ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 3 വിരലിൻ്റെ ഗ്യാപ്പ്, യെസ്, അത്രയാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. കാരണം ഇതൊരു കൂപ്പയാണ്. പക്ഷേ കൂപ്പയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സ്പേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടിപ്പുറത്ത് റെഡ് കളറിൽ ഒരു ആക്സറീസ് ചെയ്തിട്ടുള്ള കർവിനെയും കൂടി നമുക്ക് കാണാൻ കഴിയും. ആക്സറീസ് എന്ന് പറയുന്ന സമയത്ത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കർവ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ക്രോം ഫിനിഷാണ്. ഇത് ലോക്കഡാണ്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. സീറ്റുണ്ടോ, സീറ്റിൻ്റെ കവറ് കാര്യങ്ങൾ, അതും വെൻറ്റിലേറ്റഡ് സീറ്റാണ് തോന്നുന്നത് കേട്ടോ. നൈസ്. ഇന്ത്യയിൽ പിന്നെ വേറെ ആയിട്ട് ചേഞ്ചസ് ഒന്നും കാണിച്ചില്ല. ബാക്കിൽ നമുക്കൊരു സൈക്കിൾ വെച്ചിട്ടുണ്ട്. അത് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അവർ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്.
രസമുണ്ടല്ലോ സംഭവം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഡീസൽ എഞ്ചിനിൽ ആദ്യമായിട്ട് DCA ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി കർവിനുണ്ട് എന്നുള്ളത് കൂടി ഇതിനെ കൂടെ ഞാൻ ചേർത്ത് പറയണം. അപ്പോൾ ഇതാണ് ടാറ്റയുടെ കർവ്, അതായത് IC എഞ്ചിനിൽ വന്നിട്ടുള്ള കർവ് ഇതാണ്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. ഡീസലിൻ്റെ ആ ഒരു സുപ്രീമസി തൽക്കാലം ടാറ്റ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചോട് കൂടിയിട്ട്. രസകരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഉണ്ട്, രസകരമായിട്ടുള്ളൊരു എക്സ്റ്റീരിയറും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിലവിൽ ഇത് നമുക്കൊരു വാക്ക് റൗണ്ട് മാത്രമാണ്, ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിപ്പം കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് സംസാരിക്കാം. മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രൈസ് നിലവിൽ ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിട്ടില്ല. ഡ്രൈവ് ആവുന്ന സമയത്തേക്കായിരിക്കും ഇതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റ് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.